ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിക്ക് മനസ്സിലാവുകയാണ് ശിവാനി തന്നെ കളിപ്പിക്കുകയാണ്. ഒരിക്കലും ഞാനും ഗൗതവുമായി ഒരുമിച്ച് ജീവിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കുന്ന നിധി എന്ത് ചെയ്യാണ്? നിധി പാറുവിനോട് പറയാണ്, ജോത്സ്യനെ കണ്ട് എനിക്കൊരു ശാന്തി മുഹൂർത്തം കുറിച്ചേക്ക് എന്ന് പറയട്ടെ. അങ്ങനെ ജോത്സ്യൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ജോത്സ്യൻ കവിടെയൊക്കെ നിർത്തുകയാണ്. ജോത്സ്യൻ പറയാണ്, ഒരു ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ, ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ നിധി ചെയ്യേണ്ടതുണ്ട്. ഗൗതമിന് മോതിരം വിരലിൽ നൂലുകൊണ്ട് കെട്ടി അങ്ങനെയുള്ള ആചാരങ്ങൾ, പിന്നീട് അതൊക്കെ തമിഴിൽ വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആ ആചാരങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറയുകയാണ്, ഒരു താലികെട്ട് ചടങ്ങ് നടത്തേണ്ടതുണ്ട്. അത് നല്ല കെങ്കേമത്തിൽ തന്നെ നല്ലൊരു എല്ലാവരും നാട്ടുകാരൊക്കെ അറിയ ഒരു താലികെട്ട് അതുപോലെ തന്നെ നടത്തണം എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് ഒട്ടും വസുന്ധരയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വസുന്ധര ഇത് ചടങ്ങ് നടത്താൻ സമ്മതിക്കില്ല. ഒരു താലികെട്ട് കഴിഞ്ഞതാണ്, അന്നുണ്ടായ വിവാദങ്ങൾ അറിയാലോ. അപ്പോൾ അവിടെ പാറു പറയാണ്, ഒരു താലികെട്ട് കഴിഞ്ഞതിൽ അത് ഈ ശിവാനിയല്ലേ, ശിവാനി കബളിപ്പിച്ച് കെട്ടിയതല്ലേ, അപ്പോൾ നാട്ടുകാരറിയെ ഒരു താലികെട്ട് നടത്തുന്നത് യാതൊരു കുഴപ്പമില്ല എന്ന് പറയണേ. അപ്പോൾ ഈ സമയം നിധിയോട് വസുന്ധര പറയണത് നടത്താൻ പറ്റില്ല, ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല. ആളുകൾ എന്നെ കളിയാക്കും, 2 വട്ടം താലികെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു വിവാദമാവും. വെറുതെ ഇത്രയും വലിയൊരു ഈശ്വരമംഗലം ഗ്രൂപ്പ് ഇത്രയും വലിയൊരു വിവാദത്തിന് ഇട കൊടുക്കണോ എന്ന് പറയുമ്പോൾ അവിടെ ഗൗതം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നിധി പറയാണ്, ജോത്സ്യൻ പറഞ്ഞ വാക്കുകൾക്ക് പ്രാധാന്യം നൽകണമെങ്കിൽ അതൊക്കെ ചെയ്യണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ കാര്യത്തിൽ നീ ഇടപെടേണ്ട, ഇത് ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ കുടുംബകാര്യമാണ് എന്നിങ്ങനെ വസുന്ധര പറയാണ്. അപ്പോൾ തന്നെ നിധി പറയാണ്, ഇത് എൻ്റെ ജീവിതം കാര്യമാണ്, എനിക്ക് എൻ്റെ ഗൗതം എന്നും എൻ്റെ കൂടെ വേണമെങ്കിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ കൂടും എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗൗതമിന് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഈ സമയം വസുന്ധര ഓക്കെ ഞാനായിട്ട് ഇനി പ്രശ്നമുണ്ടാക്കുന്നില്ല, അതിനൊരു വഴിയുണ്ട്, ആ വഴി പോലെ നമുക്ക് ചെയ്യാം, നമുക്ക് നറുക്കിട്ടിട്ട് വേണോ വേണ്ടേ, വലിയൊരു ഫംഗ്ഷനായി നടത്തണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതമിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നാൽ ശിവാനിയോട് പറയാൻ, നീ നറുക്കെടുത്തിട്ട് വാ എന്ന് പറയണം. അങ്ങനെ ശിവാനി നടത്തണ്ട എന്നുള്ളത് 2-3 നറുക്കാക്കി എഴുതിയെടുക്കും കേട്ടോ, നടത്തണം എന്നുള്ളത് എഴുതിയെടുക്കില്ല. അപ്പോൾ ശിവാനി വരുമ്പോൾ തന്നെ ശിവാനിക്ക് പേടിയുണ്ട്. അന്ന് അങ്ങനെ ഒരു നറുക്കിടൽ കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഗൗതം നോക്കുമോ എന്ന് പറയാൻ പറ്റില്ല, നോക്കിക്കഴിഞ്ഞാൽ താൻ പിടിക്കപ്പെടുമല്ലോ ഈശ്വര. എന്തായാലും ഒന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അഥവാ ആ നറുക്കാണ് വീഴുന്നതെങ്കിൽ തീർച്ചയായും താൻ കുടുങ്ങും. തീർച്ചയായും അവളുടെ താലികെട്ട് വീണ്ടും നടക്കും. അവൾ ആഗ്രഹിച്ചതുപോലെ 2 പ്രാവശ്യം അവൾക്ക് ഗൗതമിനെ താലികെട്ടാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഞാൻ അറിഞ്ഞു കളിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശിവാനി ആ നറുക്കുമായി വരുമ്പോൾ ഗൗതം പറയാണ്, ഇവിടെ നറുക്കിൻ്റെ കാര്യമില്ല, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, എനിക്കും നിധിക്കിടയിൽ ഒരു താലികെട്ട് നല്ലത് തന്നെ. ശിവാനി ആണല്ലോ നിധിയുടെ സ്ഥാനത്ത് വന്നത്, അതുകൊണ്ട് എല്ലാവരും അറിയേ ഞാനും ഒരു താലി കെട്ടാൻ ആഗ്രഹിക്കുന്നു, ഇതിൽ അമ്മ തടസ്സം പറയണ്ട എന്ന് പറയുമ്പോൾ വസുന്ധര ആകെ ഞെട്ടിപ്പോണിട്ടോ. ഈശ്വര, ഇതിൽ എന്താ ഇനിയിപ്പോൾ ഞാൻ പറയാമെന്നുള്ള ഭാവത്തിൽ വസുന്ധര നിൽക്കുകയാണ്. കാരണം തൻ്റെ മകൻ പറയുന്നത് കൊണ്ട് തന്നെ തനിക്ക് എതിർക്കാനും കഴിയുന്നില്ല. എന്നാൽ ഈ സമയം നിധിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. പിന്നീട് വസുന്ധര ഒരു ചടങ്ങ് എന്തായാലും നടത്താൻ തീരുമാനിക്കുകയാണല്ലോ. എന്നാൽ ഇനി പെൺവീട്ടുകാർ ചെയ്യേണ്ട ചടങ്ങുകളുണ്ട്, സ്വർണം തന്ന് പെണ്ണിനെ ഇറക്കണം എന്നുള്ള ആ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അത് എന്തായാലും ചെയ്യണം. അതില്ലെങ്കിലും വേണ്ടില്ല, ആളുകൾ അറിയേ 5 പവൻ താലി അത് എന്തായാലും ഉണ്ടാക്കിയിരിക്കണം എന്നിങ്ങനെ നിധിയുടെ വീട്ടുകാരോട് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം നിധിയുടെ അമ്മയുടെ മുഖമൊക്കെ മാറി മറിയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ചടങ്ങുകൾ എന്തൊക്കെയാണോ, ആചാരങ്ങൾ എന്തൊക്കെയാണ്, ആ ആചാരത്തിനനുസരിച്ച് തന്നെ നിങ്ങളിത് ചെയ്യണമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം ചന്ദ്രയോട് ഇത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രി ഇവരുടെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. ചന്ദ്രയും അശോകനും അതുപോലെ തന്നെ നിഖിലും രേണുകയും ഒക്കെ പാടെ കൂടി വരികയാണ്. അപ്പോൾ ശിവാനി ആണെങ്കിൽ വളരെ പുച്ഛത്തോടു കൂടി രേണുകയും ശിവാനിയും പരസ്പരം നോക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന ഭാവത്തിലാണ്. അപ്പോൾ ഇവർ ഗേറ്റ് കടന്ന് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന വസുന്ധര അവിടെയുള്ള വേലക്കാരിയോട് പറയാണ്, ഇവിടുത്തെ സോഫ എല്ലാം മാറ്റി ആകെ ഒരൊറ്റ സിംഗിൾ സോഫ മതി, അതിൽ ഞാൻ ഇരുന്നോളാം എന്ന് പറയാണ്. അങ്ങനെ വസുന്ധര എന്ത് ചെയ്യുക, സോഫകളെല്ലാം മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ കയറി വരുമ്പോൾ തന്നെ വസുന്ധര കാലും വെച്ചിട്ട് വല്ല രാജാവിൻ്റെ പോലെ ഇരുന്ന് പടയാളികളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ തുറച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം രേണുകക്കും അതുപോലെ അശോകനും കാര്യം പിടികിട്ടി. അപ്പോൾ ഉടൻ തന്നെ, നിങ്ങൾ എത്തിയോ, നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? അപ്പോൾ ഉടൻ തന്നെ അശോകൻ പറയാണ്, എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? ഞങ്ങൾ ഇവിടെ താലി എടുക്കാനുള്ള ആ ക്യാഷും താലി വാങ്ങാനുള്ള ആ ക്യാഷും അതുപോലെ തന്നെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഇല്ല, ചടങ്ങുകൾക്ക്
അവൾക്ക് കൊടുന്നു വെക്കേണ്ട സാധനങ്ങളുമായി വന്നതാണ്. ഓ അങ്ങനെയാണ് അല്ലേ, അപ്പം നിങ്ങളെ കൊണ്ടൊക്കെ ഇതിന് കഴിയുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുച്ഛിക്കുകയാണ്. അപ്പോഴായിരിക്കും അവിടോട്ട് മുന്നിലോട്ട് നിധിയും ഗൗതവും കൂടി കയറി വരുന്നത്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ്. ഇങ്ങനെ വസുന്ധര തൻ്റെ ഇനി താൻ നടത്തുന്ന അടവുകൾ ഇവർക്ക് മുന്നിൽ പോവുമോ വില പോവുമോ എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു പേടി വസുന്ധരക്കുള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതമും പാറും നിധിയൊക്കെ വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇവിടെ ഇങ്ങനെ സോഫയൊന്നുമില്ല, വസുന്ധര മാത്രം ഇരിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടിയിട്ട് നിധി ചോദിക്കുകയാണ്, ഇവിടുത്തെ സോഫയല്ല എവിടെ പോയി എന്ന് പറയാം. അപ്പോഴേക്കും പാറു പറയുന്നത് ശരിയാണല്ലോ, എന്താ വസു നീ ചെയ്യുന്നത്, കയറി വന്നവരെ ഇരുത്താതെയും കണ്ടിട്ട് നീ തനിയെ ഇരിക്കുന്നത് അത് ഒരിക്കലും ശരിയല്ല, അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വസുന്ധരയ്ക്ക്. എന്നാലും വസുന്ധര അങ്ങനെ ഇതായി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എവിടെ ഇവിടുത്തെ വേലക്കാരികൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയാണ് ഇവിടെ കൊടുന്നിടും സോഫ. അപ്പോഴേക്കും വസുന്ധര ഗൗതം ഇടപെടുമെന്ന് കാണുമ്പോഴത്തേക്കും വസുന്ധര പറയാണ് അത് ഞാൻ ക്ലീൻ ചെയ്യാൻ അവരോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അവർ ആ റൂമിലോട്ടായിട്ട് മാറ്റിയിട്ടുണ്ടാവും എന്ന് പറയാനായിട്ട്. അങ്ങനെ ഗൗതം ഉറക്കെ ഉച്ചയിടുമ്പോൾ അവർ ആ സോഫ അവിടെ കൊടുന്നിടണേ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ചന്ദ്രയും ഇരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നിധി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഇരുന്നാൽ മാത്രം പോരാ, അമ്മ കാല് കയറ്റി വെച്ച് ഇരിക്കുക എന്ന് പറയാനായിട്ടാ. വസുന്ധര എന്താണ് തന്നോട് ചെയ്തത് അതുപോലെ അമ്മയും ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയണ എന്നെക്കൊണ്ട് കഴിയില്ല എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും. അപ്പോൾ നിധി പറയാണ് കഴിയണം, അമ്മ അത് ചെയ്യണം എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കണേ. അത് വസുന്ധര കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം ചന്ദ്ര എന്ത് ചെയ്യും, എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് കാലം കൊണ്ട് കയറ്റി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം വസുന്ധരക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ചന്ദ്ര ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തൻ്റെ വീട്ടിൽ വന്ന് തന്നെ മുന്നിലോട്ട് കാലം കയറ്റി നിൽക്കുന്ന ചന്ദ്രയെ കാണുമ്പോൾ വസുന്ധരക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഈ സമയം പാറുവിനും യാമിനിക്കും ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് വസുവിൻ്റെ മുന്നിൽ കാണിക്കേണ്ടത് എന്ന ആ ഭാവം അവർക്ക് മുഖത്ത് കാണുന്നുണ്ട്. ഇതേ സമയം ഗൗതമിൻ്റെ മുഖത്തോട്ട് ചന്ദ്രൻ നോക്കുമ്പോൾ ആ ഒരു ഭാവം തന്നെയാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഉടൻ തന്നെ രേണുകയും ശിവാനിയും ആകെ ഞെട്ടിപ്പോവാണ്. എന്താണ് ഈ കാണിക്കുന്നത്, ഇത്ര അഹങ്കാരോ ചന്ദ്രയ്ക്ക് എന്ന ഭാവത്തിൽ ചന്ദ്രയെ തന്നെ നോക്കുമ്പോൾ ചന്ദ്ര പെട്ടെന്ന് ഗൗതമിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഗൗതം ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കാലിറക്കാൻ അങ്ങ് ഒരുങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രയോട് വന്നിട്ട് ഗൗതം പറയാണ് അത് വേണ്ട ആൻറ്റി, ഇറക്കണ്ട, ആൻറ്റിക്ക് എങ്ങനെയാണ് ഇരിക്കാൻ സുഖമെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ, എല്ലാവരോടും ബഹുമാനം സ്നേഹമൊക്കെ അത് ഉള്ളിൽ വെച്ചാൽ മതി, അല്ലാതെ ഇരുത്തത്തിലല്ല കാണിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ശരിക്കും വസുന്ധര ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, എന്താണ് ഇപ്പം എൻ്റെ മോൻ എൻ്റെ മുന്നിൽ എന്നെ ഇങ്ങനെ ഇവർക്ക് മുന്നിൽ എന്നെ ഇങ്ങനെ നാണം കെടുത്തുക എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വസുന്ധര പറയാണ് നിങ്ങൾ എന്തിനാണ് വന്നത്. അപ്പോഴേക്കും അവിടെ അശോകൻ പറയാണ് ഞങ്ങൾ നിധിയുടെയും ഗൗതമിൻ്റെയും താലികെട്ട് ചടങ്ങിനാണ്. സാധാരണ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അത്യാവശ്യം സ്വർണം കൊടുക്കണം, പക്ഷേ അത് ഞങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ 5 പവൻ താലി ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ 30 പവൻ ഇവിടെ തരുന്നുണ്ട്, അതിൻ്റെ ക്യാഷാണ് ഈ വെക്കുന്നത് എന്ന് പറഞ്ഞ് കുറേ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ മുല്ലപ്പൂവും ആ ചടങ്ങുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ ചടങ്ങുകളിൽ ആ തളികയിലാക്കി ഈ ക്യാഷ് അതിൻ്റെ മുകളിൽ അങ്ങ് വെക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ വസുന്ധര. ഇവർക്ക് എവിടുന്ന് 30 പവൻ എടുക്കാനുള്ള ഈ ഒരു ക്യാഷ് എവിടുന്ന് കിട്ടി എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ രേണു ആകെ ഞെട്ടാണ്. അപ്പോൾ ഈ സമയം തളികയിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് വെക്കുമ്പോൾ ഇത് വഴിയോരത്ത് നിന്ന് മേടിച്ചതായിരിക്കില്ലേ എന്ന് പറയുമ്പോൾ ആ ഒരു ചാക്കുണ്ടല്ലോ, ആ ഒരു സഞ്ചി പെട്ടെന്ന് നിധി അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇതിൽ ബില്ലുണ്ട്, ഇന്ന ഷോപ്പിംഗ് മാളിൻ്റെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിയത്, വേണമെങ്കിൽ ഇതാ ബില്ല് എന്ന് പറയുമ്പോൾ അതും ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം പാറു ശരിക്കും വസുന്ധരയ്ക്ക് തിരിച്ചടിക്കുന്ന ഒരു വാക്കുമായി വരികയാണ്. അതായത് ഇവരുടെ കല്യാണത്തിന് ഭക്ഷണം അശോക നിങ്ങൾ എവിടെ നിന്നാണ് ചന്ദ്രി ഏൽപ്പിച്ചിട്ടുള്ളത്, അത് ഞങ്ങൾ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇവരുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവിടെയും വസുന്ധര ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതിനെല്ലാം ഇവർക്ക് എവിടുന്ന് പണം എന്നുള്ള ഭാവത്തിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. വസുന്ധരയ്ക്ക് ഒരു പഴുതില്ല. ആദ്യം കണ്ട് ചന്ദ്രി അടിപൊളിയായി തന്നെ വസുന്ധരയ്ക്ക് മുന്നിൽ അങ്ങ് നല്ല പോലെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വസുന്ധരയെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണ്. ഇത് കേൾക്കുന്ന വസുന്ധര പറയുന്നത് എൻ്റെ വീട്ടിൽ ഇന്ന ആരും എന്ന് ഇവരെ പേരെടുത്ത് വിളിച്ചിട്ടില്ല, എല്ലാവരും വസു എന്നാ വിളിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എന്താ ആൻറ്റി പുറത്ത് നിന്ന് വരുന്നവരും വസു എന്ന് വിളിക്കണം നിർബന്ധമുണ്ടോ, ആൻറ്റിയുടെ പേര് വസുന്ധര അല്ലെങ്കിൽ മാറ്റി വിളിക്കായിരുന്നു, ഇത് വസുന്ധര എന്നല്ലേ പേര്, അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെയല്ലേ വിളിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതിനെല്ലാം സപ്പോർട്ടായി ഗൗതമും പാറും യാമിനിയും നിൽക്കുമ്പോൾ വസുന്ധരയ്ക്ക് ആകെ നാണം കെടുകയാണ് കേട്ടോ. ഇതേ സമയം പാറു പറയണേ എന്താ വസു ഇനി നോക്കി നിൽക്കുന്നത്, എന്തായാലും അവർ പണം കൊടുന്നിട്ടില്ലേ,
പണക്കെട്ടുകളെല്ലാം ഇരിക്കുന്നത്. എന്തായാലും വസുവാണല്ലോ ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും ചെയ്യുന്നത്. അപ്പോൾ വസുവിൻ്റെ കയ്യിലോട്ട് തളിക കൈമാറിക്കോളൂ, വസു നീ ചെയ്യുന്നില്ലേ എന്ന് പറയാനായിട്ടാണ്. അപ്പോഴേക്കും വസുന്ധരയുടെ കയ്യിലോട്ട് അശോകൻ ഈ തളിക കൈമാറാണ്. ഇനി വസു നീ എന്താ നോക്കി നിൽക്കുന്നത്? അതിൻ്റെ മുകളിലിരിക്കുന്ന ആ പണം അവർക്ക് തിരിച്ചു കൊടുക്കുക, അവർ താലിയും സ്വർണ്ണാഭരണങ്ങളൊക്കെ അവർ എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ വസുന്ധര ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ പണം എടുത്തു കൊടുക്കില്ലാതെ തനിക്ക് യാതൊരു നിവൃത്തിയില്ലാതെ അങ്ങ് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് ചന്ദ്രയുടെ അടുത്ത പ്രകടനം കണ്ട് വസുന്ധര പോലും ഞെട്ടിപ്പോവാണ്. ചന്ദ്ര എന്ത് ചെയ്യുന്നു? പിന്നെയും കാലമക്കാൽ കയറ്റി വെച്ചിട്ട് അതേ നമുക്ക് സ്വർണം എടുക്കാൻ പോവാം, ഇവിടുന്നും ആൾ വേണം, ചെറുക്കൻ വീട്ടുകാരും പെൺവീട്ടുകാരും ഒരുമിച്ച് പോയിട്ട് വേണം സ്വർണം എടുക്കാൻ, അതാണല്ലോ ആചാരം. അതുകൊണ്ട് സ്വർണം എടുക്കാൻ വസുന്ധര വരണം. പക്ഷേ വസുന്ധര ഇപ്പോൾ എടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ അത് പറ്റ ചീപ്പായ സാരിയാണ്, ഒന്ന് നല്ല ഭംഗിയുള്ള സാരിയൊക്കെ ഒന്ന് എടുത്തൂടെ എന്ന് പറയാനിട്ട്. അപ്പോൾ ഈ സമയം ചന്ദ്രയുടെയും വേഷം അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. ചന്ദ്ര കഴുത്തിൽ നല്ല അടിപൊളി സ്വർണ്ണാഭരണങ്ങളൊക്കെ കെട്ടി നല്ല അടിപൊളി പട്ടുസാരിയൊക്കെ തന്നെ എടുത്തിട്ടാണ് ചന്ദ്രയും വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര പറയുന്നത്, എന്താ നിങ്ങൾ പറഞ്ഞത്? എൻ്റെ സാരി ചീപ്പാണെന്നോ? ഇത് 12,000-ൻ്റെ സാരിയാണ്. അയ്യേ, ഇന്നൊക്കെ ആരെങ്കിലും 12,000-ൻ്റെ സാരി എടുക്കുമോ? 15, 20, 30 വില വരുന്ന സാരികളല്ലേ ഇന്ന് ആളുകൾ എടുക്കുള്ളൂ എന്ന് ചന്ദ്ര പറയുമ്പോൾ അവിടെ ഗൗതം പറയാണ്, അമ്മേ ചന്ദ്രി ആൻറ്റി പറയുന്നതിലും കാര്യമുണ്ട്, ഈ സാരി നമുക്ക് തീരെ കൊള്ളില്ല, 12 എന്നൊക്കെ പറയുന്നത് ചീപ്പല്ലേ, അമ്മ നല്ല വില കൂടിയ സാരി എടുത്തു വരൂ എന്ന് ഗൗതം കൂടി പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ടും കൊണ്ട് കരഞ്ഞ മുഖഭാവവുമായി വസുന്ധര റൂമിൽ പോയിട്ട് സാധനങ്ങളെല്ലാം തച്ചുടക്കുകയാണ് കേട്ടോ.